ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാധുരി എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാനും സന്ദേശങ്ങളെ ദൈവിക പ്രമാണങ്ങളായി സ്വീകരിക്കുവാനും നമ്മെ തന്നെ സമർപ്പിക്കുവാനുമുള്ളൊരു ആത്മീകമായ ക്ഷണമാണ് ഈ പഠനത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഓരോ സങ്കീർത്തനങ്ങളും കണക്കില്ലാത്ത അമൂല്യമായ ദിവ്യമുത്തുമണികളുടെ ഒരു ശേഖരമാണ്. ഓരോ വാക്യങ്ങളും ആഴത്തിൽ ധ്യാനിക്കുവാനുള്ള ചിന്താധാരകളുടെ ഒരു പ്രകടഭാവമാണ്. മനസ്സിരുത്തി ഓരോ പ്രായത്തിലുള്ളവരും അവരവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ സങ്കീർത്തനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ജീവിത വിജയത്തിന് യുക്തമാണ്. 180 അധ്യായങ്ങളിലായി കിടക്കുന്ന സങ്കീർത്തനങ്ങൾ പെട്ടെന്ന് ഓടിച്ചു വിടുവാനുള്ളതല്ല. ഓരോ വാക്യങ്ങളെടുത്ത് അനേകം തവണ വായിച്ച് ചില വാക്കുകൾ വായിക്കുമ്പോൾ മനസ്സിൽ സംശയങ്ങൾ തോന്നാമെങ്കിലും, ഇതിലെ വേദശാസ്ത്രം എന്തെന്ന് തോന്നാമെങ്കിലും, അങ്ങനെയുള്ള വാക്യങ്ങളെപ്പോലും ആവർത്തിച്ച് വായിച്ച് മനനം ചെയ്യേണ്ടിയിരിക്കുന്നു. സംശയങ്ങളുള്ളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സംശയ നിവാരണം കൂടിയാണ് ഈ സങ്കീർത്തന മാധുരി എന്ന നമ്മുടെ പഠനം. 1 മുതലുള്ള സങ്കീർത്തനങ്ങളെ ക്രമാനുഗതമായി ഓരോ അധ്യായങ്ങളും എടുത്ത് വാക്യ വിശകലനം ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ പഠനത്തിൽ അവലംബിച്ചിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ 19 സങ്കീർത്തനം 3-ാമത്തെ വാക്യം മുതൽ സംഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കുവാനുമില്ല, ഭൂമിയിൽ എല്ലായിടത്തും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചൊല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധേയമായി കേട്ട് കാണും, ശ്രദ്ധാപൂർവം പഠിച്ചു കാണും. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. എന്താണ് ആകാശം വർണ്ണിക്കുന്ന ദൈവമഹത്വം? അതിന് വ്യക്തി ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ്? ആകാശവിധാനം അവൻ്റെ കൈവേലയെ കാണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ കാണിക്കുന്നുവെങ്കിൽ, വാക്കുകൾ കൊണ്ട് ദൈവം സൃഷ്ടിച്ച ആകാശം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ, അവൻ്റെ സ്വന്തം കൈവേലയായ നമ്മൾ എത്രമാത്രം രീതിയിൽ അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചു. പകൽ പകലിന് വാക്കിനെ പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. അതിൻ്റെ വിവിധങ്ങളായ അർത്ഥതലങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. തുടർ വാക്യത്തിലാണ് പറയുന്നത്, സംഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കുവാനുമില്ല. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നതും രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നതും ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതും ആകാശവിധാനം കൈവേലയെ പ്രസിദ്ധമാക്കുന്നതും ഒരു പ്രത്യേക രീതിയില്ല. നമ്മളതിനെക്കുറിച്ച് പഠിച്ചു. അത് പറയുന്നത് അതിനെക്കുറിച്ച് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. അവിടെ സംഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനുമില്ല. അപ്പം ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നത്, വാക്ക് പൊഴിക്കുന്നത്, അറിവ് കൊടുക്കുന്നത് വാക്കുകളില്ലാത്ത, ശബ്ദമില്ലാത്ത, ലിപിയില്ലാത്ത, ധ്വനിയില്ലാത്ത ഒരു പ്രത്യേക രീതിയിലൂടെയാണ്. ഈ വാക്ക് നമ്മൾ ആവർത്തിച്ച് വായിക്കണം. ഒരു ട്രാൻസ്ലേഷൻ ഇപ്രകാരമാണ് ഞാൻ വായിച്ചത്: സംഭാഷണമില്ല, വാക്കുകളില്ല, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനുമില്ല. സംഭാഷണമില്ലാത്ത ഒരു സംവേദനം പ്രകൃതിശക്തി നടത്തുന്നു, ആകാശം നടത്തുന്നു. ആകാശം നടത്തുന്ന സംസാരിക്കുന്ന ഭാഷയ്ക്ക്, വർണ്ണനയ്ക്ക് ഭാഷയില്ല എങ്കിൽ, വാക്കുകളില്ലെങ്കിൽ, അത്രമാത്രം കാവ്യാത്മകമായി സങ്കീർത്തനക്കാരൻ പറയുന്നുവെങ്കിൽ, ഇത് ആകാശത്തെക്കുറിച്ച് മാത്രമാണോ? പ്രപഞ്ച ശക്തികളെക്കുറിച്ച് മാത്രമാണോ? ഇതിനെ നമ്മുടെ വ്യക്തി ജീവിതവുമായി, സാമൂഹ്യ ജീവിതമായി, ആത്മീക ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കണം. സംഭാഷണമില്ലാത്ത, അതായത് ശബ്ദമില്ലാത്ത, ആരോടും പറയാനില്ലാത്ത, പ്രത്യേക വാക്കുകളൊന്നുമില്ലാത്ത, ലിപിയില്ലാത്ത ഒരു സംഭാഷണം. ലിപിയില്ലാത്ത
ഭാഷണമില്ലാത്ത, വാക്കുകളില്ലാത്ത, ശബ്ദമില്ലാത്ത ചില സംവേദനങ്ങളൊക്കെ നമ്മൾ നടത്താറില്ലേ? പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറയാം. കണ്ണോട് കണ്ണ് നോക്കുക, കാതോട് കാത്, കണ്ണോട് കണ്ണ്, കാതോട് കാത് ചേരുക. ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ. ചിലരൊന്ന് നോക്കിയാൽ മതി, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. ചിലതൊന്ന് കേട്ടാൽ മതി, അതിൻ്റെ ശബ്ദം എന്താണെന്നറിയാം. മുൻ എപ്പിസോഡുകളിൽ ചിലതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ശബ്ദമില്ലാതെ സംവേദിക്കുന്ന സംവേദനത്തിൻ്റെ അനുഭവം. പ്രിയമുള്ളവരെ, ചില കണ്ണുനീരുകളാകാം, ആന്തരികമായ നിലവിളിയാകാം, മനസ്സിൻ്റെ ചോദനകളാകാം. ഇതൊക്കെ തന്നെ ഭാഷണമില്ലാത്ത, വാക്കുകളില്ലാത്ത ചില സാക്ഷ്യങ്ങളാണ്. ശബ്ദം കേൾപ്പാനില്ലാത്ത ചില സാക്ഷ്യങ്ങളാണ്. സംഭാഷണമില്ല എന്ന് പറയുമ്പോൾ എതിരെ പറയാൻ ആരുമില്ല. അതായത് ഒരു സംഭാഷണം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ സംഭാഷണം, നല്ല ഭാഷണം. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഈ ഒരു മീഡിയത്തിലൂടെ സംസാരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മുൻപിൽ നിങ്ങൾ ആരുമില്ല. പക്ഷേ ഞാൻ കാണുമ്പോൾ പല സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട്, പല സാഹചര്യങ്ങളിലിരുന്നു കൊണ്ട്, ടി വിയിലോ ഫോണിലോ ഒക്കെ കാണുന്ന അനേകരെ കാണുന്നുണ്ട്. എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ അനേകരെ കാണുന്നുണ്ട്. അവരുടെ മനസ്സിലേക്ക് ഈ ആശയം സന്നിവേശിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. പക്ഷേ ഇത് ഒരു ഭാഷണമാണ്. അതാണ് ഭാഷണങ്ങൾ, സംഭാഷണങ്ങളാകണം. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെ പരസ്പരം പറഞ്ഞു തരാൻ ആരുമില്ല, അങ്ങനെ സംഭാഷിക്കാൻ ആരുമില്ല, ആരെ മുൻപിൽ കാണുന്നുമില്ല, ഒരു മീഡിയയുമില്ല, ഒരു മീഡിയത്തിൻ്റെയും സഹായമില്ലാതെ പരസ്പരം ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ സംസാരിക്കത്തില്ലേ പ്രിയമുള്ളവരെ? ആരുമില്ലാതെ സംസാരിക്കത്തില്ലേ? ഇപ്പോൾ ഓർത്തോണം, ഈ സംഭാഷണം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ തക്കവണ്ണം ആകാശവിധാനവും പ്രപഞ്ചശക്തികളും പകലും രാത്രിയും ഒക്കെ ശ്രമിക്കുന്നത് സംഭാഷണമില്ലാതെ, ആരുമില്ലാതെ ഒരു രീതിയിലുള്ള സംഭാഷണമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരണം. പലരും പറയും, പങ്കുവയ്ക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. പറയാൻ ആരുമില്ലാതെ, കേൾക്കാൻ ആരുമില്ലാതെ, ഭാഷിക്കാൻ മാർഗമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും കോടാനുകോടി ജീവജാലങ്ങളുണ്ട്, പരിചിതരായ അനേകം മനുഷ്യരുണ്ട്, ഫേസ്ബുക്കിൽ ആയിരക്കണക്കിന് ഫ്രണ്ട്സുണ്ട്, പേജിലും ഗ്രൂപ്പിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മളുമായി സംവേദിക്കുന്നവരുണ്ട്. ഈ സംവേദനം മാത്രമല്ല സംവേദനം, പ്രസംഗിക്കുന്നത് മാത്രമല്ല പ്രസംഗം, സംഭാഷിക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ സംഭാഷണം എന്ന് പറയുന്നത്. നല്ല ഭാഷണം എന്ന് പറയുന്നത്, സംഭാഷണം എന്ന് വെച്ചാൽ നല്ല ഭാഷണം. അതായത് മനുഷ്യ മനസ്സിലേക്ക് കടന്നിറങ്ങുന്ന, സ്പർശിക്കുന്ന സ്വരങ്ങൾ, അതായത് സംഭാഷണം, ഭാഷണം എന്ന് പറയുന്നത്. അല്ല വെറും ശബ്ദമല്ല. എനിക്ക് നാവുണ്ടെങ്കിൽ, എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നാക്ക് ചലിപ്പിച്ചാൽ, സ്വനപേടകം ക്ലിയർ ആണെങ്കിൽ, മറ്റ് പ്രതിസന്ധികളൊന്നുമില്ലെങ്കിൽ ശബ്ദം വെളിയിലേക്ക് വരും. ചില സമയത്ത് നമ്മൾ പറയത്തില്ലയോ, ശബ്ദം വെളിയിലോട്ട് വരാൻ പറ്റാത്ത അവസ്ഥകൾ, നാവ് താണുപോകുന്ന ചില അവസ്ഥകൾ. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകും, ജീവിതത്തിൽ ഇന്നും നാളെയുമായിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചോണം. എന്നോട് സംസാരിക്കാൻ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല എന്ന് പറഞ്ഞ് പിന്നീട് പരാതിപ്പെടാനിടയാകരുത്. അങ്ങനെ അല്ലാത്ത ചില സംഭാഷണങ്ങൾ നടത്തണം. നമ്മൾ ഓർത്തോണം പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഇവിടെ പറയുന്ന സങ്കീർത്തനക്കാരൻ ഈ ദൈവത്തിൻ്റെ മഹത്വ വർണ്ണന, ആരാധനാനുഭവത്തെക്കുറിച്ച് സംഭാഷണമില്ല എന്ന് പറയുമ്പോൾ ഓർത്തോണം, ദൈവവുമായി സംഭാഷിക്കുന്ന ചില തലങ്ങളുണ്ട്. ദൈവവുമായിട്ട് സംഭാഷിക്കുമ്പോൾ ഓർത്തോണം പ്രിയമുള്ളവരെ, പുറമേ കാണത്തക്ക രീതിയിലല്ല സംഭാഷണം. അതിശക്തിയോടുകൂടി അവിടെ അലക്കേണ്ടതോ അലറേണ്ടതോ ആയിട്ടുള്ള കാര്യമില്ല. ഇതൊന്നുമില്ലാത്ത ഒരു അനുഭവമുണ്ട്. സംഭാഷണമില്ല എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ സംഭാഷണ നിയമങ്ങൾ, ലോകത്തിൻ്റെ ഭാഷണഗതികൾ, ഭാഷണശാസ്ത്രങ്ങൾ, ഭാഷണ സംസ്കാരങ്ങൾ, ഭാഷണ മാന്യതകൾ, ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവവുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളൊരു തലമുണ്ട്. ഭക്തനത് സംഭാഷിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സംഭാഷണമാണ് നമ്മൾ പറയത്തില്ല, ധ്യാനാത്മകമായിട്ടിരിക്കുക. മാമുനിമാർ നൂറ്റാണ്ടുകൾ സംസാരിക്കാതിരിക്കുക. അവരിങ്ങനെ ഈശ്വരനുമായിട്ട് സംസാരിക്കുന്നു, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി സംസാരിക്കുന്നു. തന്നെ ഇരുന്നു കൊണ്ട്, ഈ സംഭാഷണം എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, തന്നെ ഇരുന്നു കൊണ്ട് ഹൃദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപയെക്കുറിച്ച് ഓർക്കുക.
ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഓർക്കുക, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുക. അത് നമ്മൾ അറിയാത്ത ഒരു സംഭാഷണമായി മാറും. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രപഞ്ചശക്തികളുടെ ദൈവാനുഭവത്തെക്കുറിച്ചും സാക്ഷ്യത്തെക്കുറിച്ചും അതിന് സംഭാഷണമില്ല എന്ന് പറയുമ്പോൾ ആ സംഭാഷണ പുറമെയുള്ള ഭാഷണഗതിക്ക് അപ്പുറമായ ഒരു തലത്തിലേക്ക് നിങ്ങളും ഞാനും ഘട്ടം ഘട്ടമായിട്ട് വളരണം. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിന് നിരാശ തോന്നത്തില്ല, ജീവിതത്തിന് പ്രതിസന്ധി തോന്നത്തില്ല. വീണ്ടും ഓർത്തോണം, അവിടെ വാക്കുകളില്ല. സംഭാഷണത്തിന് വാക്കുകൾ വേണ്ടയോ? വാക്ചാതുര്യം വേണ്ടയോ? നമ്മൾ പ്രസംഗിക്കുകയാണെങ്കിൽ അതിന് വാക്ചാതുര്യം വേണം, ഇല്ലാതെ പറ്റത്തില്ല. സംസാരിക്കുകയാണെങ്കിൽ അതിനും തട്ടും തടവുമില്ലാതെ സംസാരിക്കുന്നതിന് അതിനും വാക്ക് വേണം, വൊക്കാബുലറി വേണം. നമ്മളൊരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കുന്നു. അപ്പം ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ആ വസ്തു എന്താണെന്നറിയണം. ഒരു ടെർമിനോളജിയെക്കുറിച്ച് പറയുമ്പോൾ ആ ടെർമിനോളജി എന്താണെന്നറിയണം. നമ്മളുടെ വാക്കും മുട്ടിപ്പോകുന്നത് അത്തരം സാഹചര്യങ്ങളില്ല. വൊക്കാബുലറി ഇല്ലാതെ സംസാരിക്കാൻ പറ്റത്തില്ല. ഏത് ഭാഷയിലും വാക്കുകൾ വേണം. വാക്കുകളില്ലാതെ പറയുക എന്ന് പറയുന്നത് ആംഗ്യത്തിലൂടെ ആകിപ്പോകും. പേന എന്ന് പറയുന്ന ഒരു വാക്ക്, ഒരു വസ്തു, അതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് പേനയാണെന്ന് മനസ്സിലാക്കണം. ഭാഷ അറിയാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ഞാൻ ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അതെന്താണെന്ന് ഓർക്കും. ഒരു വ്യക്തിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വാക്കുകൊണ്ടുള്ള വ്യാഖ്യാനം വേണം. അപ്പം വാക്കുകളില്ലാത്ത ഒരവസ്ഥയെന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് പ്രിയമുള്ളവരെ. അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇന്നതിൻ്റെ ഇന്ന വാക്ക്, അത് എഴുതാനാണെങ്കിലും പറയാനാണെങ്കിലും വാക്ക് വേണം. ഇവിടെ പറയുകയാണ്, പ്രപഞ്ചശക്തികൾ ആകാശവിധാനം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതിന് വാക്കുകളില്ല. മുമ്പേ പറഞ്ഞതുപോലെ സംഭാഷണമില്ലാത്ത, സംഭാഷിക്കാൻ ആരുമില്ലാതെ, അതിൻ്റെ നിയമങ്ങളില്ലാത്ത ഒരു സംഭാഷണമുണ്ട്. അതോടൊപ്പം തന്നെ വാക്കുകളില്ലാത്ത വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വാക്കും അറിയത്തില്ല. ഈ ചില സമയത്തുണ്ട് പ്രിയമുള്ളവരെ, ചിലതിനൊന്നും വാക്കുകളോ ആശയങ്ങളോ ഒന്നും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരത്തില്ല. ചിന്താധാരകളൊന്നും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരത്തില്ല. നമ്മളുടെ ആശയഗതികളിലേക്ക് കടന്നു വരത്തില്ല. വാക്കുകളില്ലാതെയും നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ പ്രപഞ്ചശക്തികളുടെ ചില അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? സംഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഓർക്കേണ്ടത്, അതൊന്നുമില്ലാത്ത ഒരു അനുഭവത്തെ ജീവിതത്തിൽ മനസ്സിലാക്കാനും ഹൃദ്യമായി സ്വീകരിക്കുവാനും സാധിക്കണം. നമുക്ക് സംഭാഷിക്കുന്നവരോട് മാത്രമല്ല നമ്മൾ സംഭാഷിക്കേണ്ടത്, സംഭാഷിക്കുവാൻ തക്കവണ്ണം അറിയാത്തവരോടും അതിനുള്ള കഴിവില്ലാത്തവരോടും ശബ്ദം താണുപോയവരോടും നമ്മൾ സംസാരിക്കണം. അവരുടെ ശബ്ദമായിട്ട് മാറണം. വാക്കുകൾ അറിയുന്നവരോട് മാത്രമല്ല നമ്മൾ സംസാരിക്കേണ്ടത്, വാക്കുകൾ അറിയാത്തവരോടും വാക്കുകൾ ഇല്ലാതെ പോയവരോടും വാക്കുകൾ മറന്നുപോയവരോടും അവരുടെ വാക്കുകളായിട്ട് നമ്മൾ മാറണം. സംഭാഷണമില്ലാത്തവൻ്റെ സംഭാഷണമായിട്ട് മാറണം, അനുഭവത്തിലൂടെ മാറണം. വാക്കുകളില്ലാത്തവൻ്റെ വാക്കുകളായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലയോ, മൂകനായ ഒരുവൻ്റെ കൂടെ പോകുമ്പോൾ അവൻ്റെ വാക്കുകൾ മറ്റൊരുവൻ വെളിപ്പെടുത്തി കൊടുക്കും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു സാക്ഷ്യങ്ങളാണ്, ലോകത്തിൽ നമ്മൾ കാണുകയാണ്. മൃഗജാലങ്ങൾ തമ്മിൽ പോകുന്നു. പാമ്പിൻ്റെ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? കാക്കയുടെ വാക്കെന്ന് പറയുന്നത് അതിൻ്റെ അലപ്പ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. തത്തയുടെ വാക്കെന്ന് പറയുന്നത്, ശബ്ദമെന്ന് പറയുന്നത് അതിൻ്റെ മനോഹരമായ ശബ്ദമാണ്. കുയിലിൻ്റെ കൂവൽ അതിൻ്റെ മനോഹരമായ വാക്കുകളാണ്. ചില പ്രത്യേക ജീവജാലങ്ങൾ, നമുക്കിതൊക്കെ തോന്നുമ്പം വെറുതെ പട്ടി കുരയ്ക്കുന്നത് കേൾക്കുമ്പോൾ ഭൗ ഭൗ എന്ന് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. ആ ഭൗ ഭൗ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിലൂടെ, സിംഹത്തിൻ്റെ ഒരു ഗർജനത്തിലൂടെ, കടുവയുടെ ഒരു അലറലിലൂടെ, ആനയുടെ ഒരു ചിഹ്നം വിളിയിലൂടെ നമുക്കറിയാത്ത ചില വാക്കുകൾ അവർ തമ്മിൽ സംവേദിക്കുന്നുണ്ട്. ഒരാന ചിഹ്നം വിളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മനുഷ്യനെന്നുള്ള രീതിയിൽ അതിൻ്റെ പാപ്പാനാണേലും അറിയാം ഇതെന്തുകൊണ്ട് ചിഹ്നം വിളിക്കുന്നു. ചിലതൊക്കെ മനുഷ്യനിങ്ങനെ അനുഭവത്തിലൂടെ കണ്ടു പഠിക്കുന്നുണ്ട്, നേരിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാക്കുകളില്ലാതെ സംവേദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാക്കുകളില്ലാതെ പറയുന്ന ഓരോ സംവേദനവും നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇനി വീണ്ടും പറയുകയാണ്, ശബ്ദം കേൾപ്പാനുമില്ല,
ആകാശവും ആകാശവിധാനവും ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നതിൽ, പകൽ പകലിന് വാക്കിനെ പൊഴിക്കുന്നതിൽ, രാത്രി രാത്രിക്ക് അറിവിനെ കൊടുക്കുന്നതിൽ നമ്മൾ പറഞ്ഞു അവിടെ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ശബ്ദം കേൾപ്പാനില്ലാതിരുന്നാൽ വെറും ചുണ്ടിൻ്റെ ചലനങ്ങൾ മാത്രമല്ല ഉള്ളൂ. ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്ന അവസരത്തിൽ നമുക്കുണ്ടാകുന്ന നൊമ്പരങ്ങൾ അറിയാം. ജന്മനാ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ അതതിൻ്റെ ഒരു ഭാഗമായിട്ട് പോകും. അതേസമയം സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് നന്നായിട്ടറിയാം, ദൈവമേ, നന്നായിട്ട് പാടാൻ കഴിവുള്ളവർക്ക് പെട്ടെന്ന് ശബ്ദം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവർക്ക് ശബ്ദം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്തൊരു നൊമ്പരമാണ്. എൻ്റെ ചില സ്നേഹിതരുണ്ട്, ശബ്ദം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, സ്വനപേടകത്തിന് തകർച്ച സംഭവിച്ചവരുണ്ട്. ഹൃദയം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ, അവരുടെയൊക്കെ എന്തുമാത്രം കഴിവുകളും ശക്തിയും ഉള്ളവരാ, ബലമുള്ളവരാ, ശരിയായ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. ശബ്ദം അടഞ്ഞു പോയവരുണ്ട്, വിക്കിപ്പോകുന്നവരുണ്ട്. ഇന്നത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ വായിച്ചു വിടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രാർത്ഥനയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയേക്കുക. ഈ വികാരങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരണം. ഇതൊക്കെ വായിച്ചിട്ട് അലറി വിളിച്ചു മാത്രം വിട്ടിട്ട് കാര്യമില്ല. ശബ്ദം കേൾപ്പാനില്ലാത്ത ആരാധന തിരിച്ചറിയണം. ഇന്ന് ഭക്തിയാകണമെന്നുണ്ടെങ്കിൽ കപടഭക്തി ആയാലേ ഭക്തിയാകൂ എന്നുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രപഞ്ചശക്തികൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ മണിക്കൂറുകൾ ആരാധിക്കുന്നു, നീ ഒരുപാട് മൈക്കിലൂടെ ആരാധിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധിക്കുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, അലറി വിളിക്കുന്നു, ശാസിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഈ ആരാധനയുണ്ടല്ലോ, ഭാഷണമില്ലാത്ത, വാക്കുകളില്ലാത്ത, ശബ്ദം കേൾപ്പാനില്ലാത്ത ദൈവസൃഷ്ടിയുടെ ആരാധനയുടെ മുൻപിൽ ഒന്നുമല്ല, ഒരു വിലയില്ലാത്തതാ. ദൈവത്തെ മഹത്വപ്പെടുത്താനാണോ നമ്മൾ ഈ ഭാഷണങ്ങൾ നടത്തുന്നത്? നമ്മുടെ സംഭാഷണങ്ങളിൽ ദൈവനാമം എത്രമാത്രം മഹത്വപ്പെടുന്നുണ്ട്. രണ്ടുപേര് കൂടിയാൽ ആരെക്കുറിച്ച് എന്തൊക്കെ പറയാമോ അതെല്ലാം പറയും. നമ്മൾ നടത്തുന്ന ഓരോ സംഭാഷണങ്ങളും ഓർത്തോണം പ്രിയമുള്ളവർ. അതുകൊണ്ട് പണ്ടുള്ളവർ പറയത്തില്ലയോ, അപരനില്ലാത്തപ്പോൾ ഭവനത്തിലിരുന്നു കൊണ്ട് അപരൻ്റെ കുറ്റം പറയരുത്. ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവസൃഷ്ടി സംഭാഷണമില്ലാത്ത സംവേദനം നടത്തുന്നുവെങ്കിൽ എത്രമാത്രം ഹൃദ്യമായി സംവേദനം നടത്തേണ്ടിയിരിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. ദൈവസൃഷ്ടിയുടെ സംവേദനത്തിൽ ഇവയൊന്നുമില്ലാതെ പ്രപഞ്ചശക്തികൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ഹൃദ്യമായിട്ട് ഓർക്കേണ്ട ചില കാര്യങ്ങൾ വീണ്ടും ഓർപ്പിക്കട്ടെ. സംഭാഷണങ്ങളുടെ അർത്ഥം അറിയത്തില്ലെങ്കിൽ സംഭാഷണത്തിൽ ഇടപെടരുത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വേണം. ചില മൗനവ്രതമൊക്കെ നമുക്കാകാം. അതുകൊണ്ടാണ് ചിലർ ചില സമയത്ത് ധ്യാനനിമഗ്നരാകുന്നത്, പിൻവാങ്ങുന്നത്, മൗനവ്രതത്തിലേക്ക് പോകുന്നത്. കാരണം ഒത്തിരി വാക്കുകൾ പറയുക എന്നുള്ളതല്ല, പറയുന്ന വാക്കുകൾ രുചികരമായും അനുഗ്രഹകരമായും പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. വാക്കുകളില്ല ദൈവസ്തുതിയിൽ പ്രപഞ്ച സൃഷ്ടിയുടേത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ വീണ്ടും ഒരു കാര്യം ഓർത്തോണം. കപടവാക്കുകളുടെയും വ്യർത്ഥവാക്കുകളുടെയും ആധിക്യത്തിൽ നിന്നകന്നുള്ള ഒരു ആരാധനാശൈലി നമ്മളുടെ ഇടയിൽ ഉണ്ടാകണം. ചുങ്കക്കാരൻ പരീശനെ പോലെ ദീർഘമായിട്ട് പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഒന്നേ അവൻ പ്രാർത്ഥിച്ചുള്ളൂ, അധികം വാക്കുകളൊന്നുമില്ല. കർത്താവേ, പാപിയ എന്നോട് കരുണ ചെയ്യണമേ. ഇത്തരത്തിലുള്ള ചില പ്രാർത്ഥനാനുഭവങ്ങൾ നമ്മുടെ ആരാധനയിൽ ഉണ്ടാകണം. ചില വാക്കുകളുടെ ആവർത്തനങ്ങൾ, കർത്താവേ എന്നോട് ഉത്തരമരുളി ചെയ്യണമേ, കർത്താവേ എന്നോട് കൃപയുണ്ടായി ഉത്തരമരുളി ചെയ്യണമേ തുടങ്ങിയ പ്രാർത്ഥനകൾ, ഇതൊക്കെ ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ. പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിൽ ചെറിയ ചെറിയ രഹസ്യ പ്രാർത്ഥനകൾ അവർ ചൊല്ലാറുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട്. വാക്കുകൾ കൂടുതലില്ല, ചെറിയ പ്രാർത്ഥനകൾ. പൗരസ്ത്യ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യങ്ങളിൽ പ്രത്യേകിച്ച് കൊച്ചു പ്രാർത്ഥനകൾ ഒത്തിരിയുണ്ട്. യേശുനാമ പ്രാർത്ഥന, തൃത്വനാമ പ്രാർത്ഥന, ഇതെല്ലാമുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് വാക്കുകളുടെ ആധിക്യമില്ലാത്ത ചില ആരാധനാനുഭവങ്ങളുടെ പ്രത്യേകതകളാണ്.
ശബ്ദം കേൾപ്പാനില്ലാത്ത പ്രാർത്ഥനകൾ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേൾക്കുന്ന ശബ്ദം മാത്രമേ പ്രാർത്ഥനയാകൂ എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധനാലയത്തിലെ പ്രാർത്ഥന, എൻ്റെ വീട്ടിലെ പ്രാർത്ഥന, ഇതൊക്കെ വലിയ ശബ്ദത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇന്ന് പല സമൂഹത്തിലും പ്രശ്നമാണ്. ആരാധന നടത്തുന്നതിൻ്റെ ശബ്ദത്തെപ്പറ്റി തർക്കങ്ങളുണ്ടാകുന്നുണ്ട്, കേസുകളുണ്ടാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് കേട്ടുകൊണ്ടുവരുന്ന അപരന് ആത്മീക ഉണർച്ചയ്ക്കും ആത്മീക മാറ്റത്തിനും ഹേതുവാകുന്നില്ല എങ്കിൽ എൻ്റെ ഉച്ചത്തിലുള്ള പ്രാർത്ഥന കൊണ്ട് എന്താണർത്ഥം? മറ്റുള്ളവരോട് തർക്കിച്ച് വഴക്കുണ്ടാക്കി ശബ്ദകോലാഹലങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ വെമ്പുമ്പോൾ ആ പ്രാർത്ഥനയുടെ വ്യാപ്തി എവിടെയാണുള്ളത്? അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പഴയകാലത്തോർത്തോണം കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ശബ്ദം വെളിയിലോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ വെളിയിൽ വന്നാലും അത് കേട്ടുകൊണ്ട് പോകുന്നവന് ഒരു വലിയ പശ്ചാത്താപമുണ്ടാകും. ഇന്ന് ശബ്ദമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അവൻ കേൾക്കണം. എൻ്റെ പ്രാർത്ഥന അവനോടുള്ളൊരു വെല്ലുവിളിയാണ്. ആ രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ശബ്ദമില്ലാത്ത പ്രാർത്ഥനകളുടെ, ശബ്ദമില്ലാത്ത വാക്കുകളില്ലാത്ത പ്രാർത്ഥനകളുടെ, ഭാഷണമില്ലാത്ത വാക്കുകളുടെ ഒരു തലത്തിലേക്ക് നമ്മൾ ചെല്ലണം. കാരണം ഭാഷണമില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ലോകത്തിൻ്റെ ഭാഷണങ്ങളിൽ നിന്നകന്ന്, ലോകം നല്ല ഭാഷണമാകുന്നു എന്ന് പറയുന്ന സംസാരത്തിൽ നിന്നകന്ന് ചില പ്രത്യേക തലങ്ങളിലേക്കൊക്കെ ചില രൂപത്തിൽ, വ്രതാനുഭാവത്തിൽ വ്രതസ്ഥരായി നമ്മളായിത്തീരണം, വ്രതസ്ഥരായി നമ്മളായിത്തീരണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് പ്രിയമുള്ളവരെ, അത് കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരണം. നേരത്തെ ഞാൻ ഓർപ്പിച്ചല്ലോ, ഭാഷിക്കാൻ പറ്റാത്തവരുടെയും വാക്കുകളില്ലാത്തവരുടെയും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായൊരു ജീവിത ദർശനം നമ്മൾ രൂപപ്പെടുത്തണം. ജലാലുദ്ദീൻ റൂമി എന്ന സൂഫി ഗുരുവിൻ്റെ ഒരു വാക്ക് പ്രകാരമാണ്, ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: സർവേശ, എൻ്റെ ഒരു പ്രാർത്ഥനയിൽ ഈ ലോകത്ത് പ്രാർത്ഥിപ്പാൻ മറന്നുപോയവരും പ്രാർത്ഥന ആവശ്യമായവരുടെയും ഒക്കെ പ്രാർത്ഥന ആവശ്യമുണ്ടാകണം. എൻ്റെ ഒരു പുഞ്ചരിയിൽ ഈ ലോകത്ത് ചിരിക്കാൻ മറന്നുപോയവരുടെ, ചിരിക്കാൻ അറിയാത്തവരുടെ ഒക്കെ സന്തോഷത്തിൻ്റെ ബഹുസ്ഫുരണം, പ്രതിഫലനം ഉണ്ടാകണം. എൻ്റെ കണ്ണുനീരിൽ ഈ ലോകത്ത് കരയാൻ വിധിക്കപ്പെട്ടു പോയ ധാരാളം പേരുടെ കണ്ണുനീരിൻ്റെ അംശവും ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ കണ്ണുനീര് എൻ്റെ ദുഃഖം മാത്രമല്ല, എൻ്റെ പുഞ്ചിരി മാത്രമല്ല, എൻ്റെ പ്രാർത്ഥന മാത്രമല്ല, അതിലുപരിയായിട്ടുള്ളൊരു തലം അത് നമ്മൾ വളർത്തിയെടുത്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തുടർന്ന് നമ്മൾ വായിക്കുന്നു, ഭൂമിയിൽ എല്ലായിടത്തും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. ഭാഷണമില്ലാതെ, വാക്കുകളില്ലാതെ, ശബ്ദം കേൾക്കാനില്ലാതെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആകാശശക്തിയുടെ അളവുനൂല്, അതിൻ്റെ ആ ഒരു അറ്റം, വ്യാപ്തി ഭൂതലത്തിൻ്റെ അറ്റത്തോളം ചെല്ലുന്നു. ശബ്ദമില്ലെങ്കിലും, വാക്കില്ലെങ്കിലും, സംഭാഷണമില്ലെങ്കിലും ചിലതൊക്കെ അങ്ങനെ പ്രിയമുള്ളവരെ പെട്ടെന്നാണ് പരക്കുന്നത്. അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു, ഭൂതലത്തിൻ്റെ അറ്റത്തോളം അത് സന്നിവേശിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഓർത്തോണം, വാക്കോ ശബ്ദമോ സംഭാഷണമോ ഇല്ല എന്ന് തോന്നിയാലും ആ ഹന്നായുടെ പ്രാർത്ഥന പോലെ ചില പ്രാർത്ഥനയൊക്കെ എത്തേണ്ടടുത്ത് എത്തും. എൽക്കാനായുടെ ഭാര്യ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ, ശമൂവേൽ പ്രവാചകൻ്റെ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ ഏലി പ്രവാചകന് പോലും തോന്നിയത് അവൾ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന. ചിലതൊക്കെ അങ്ങനെ പ്രിയമുള്ളവരെ, മനസ്സിൻ്റെ ചില നന്മകളൊക്കെ ഉണ്ട്. പ്രാർത്ഥനകൾ മാത്രമല്ല, മനസ്സിൻ്റെ ചില നന്മകൾ അതുപോലും പ്രാർത്ഥനയാണ്. മനസ്സിലെ ചില ആഗ്രഹങ്ങൾ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള വികാര വിചാരങ്ങൾ, സമർപ്പണങ്ങൾ, ഇതൊക്കെ അതിവേഗത്തിൽ പരക്കും. ചിലർക്ക് വേണ്ടിയുള്ള ചില പ്രാർത്ഥനകൾ അവരാരും അറിയുന്നില്ല, ലോകം അറിയുന്നില്ല. നമ്മൾ ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നെന്നോ, ആരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്നോ ഒന്നും ശരിയായിട്ട് നമുക്കറിയത്തില്ല. പക്ഷേ ആ സ്വരം
അത് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എത്തും. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. സൂര്യൻ്റെ കൂടാരമെന്ന് പറയുന്നത് പ്രകാശ കൂടാരമാണ്. സൂര്യൻ്റെ കൂടാരമെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ മണവറയാണ്. സൂര്യൻ്റെ കൂടാരമെന്ന് പറയുന്നത് പ്രകാശവും വെളിച്ചവും ധാരാളം ലഭിക്കുന്ന ഇടമാണ്. സൂര്യൻ്റെ കൂടാരമെന്ന് പറയുന്നത് നീതി സൂര്യനായ ദൈവത്തിൻ്റെ ആരാധനാ കേന്ദ്രമാണ്, പ്രാർത്ഥനാ മന്ദിരമാണ്, നിങ്ങളും ഞാനുമാകുന്ന സമർപ്പിത ജീവിതങ്ങളാണ്. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അതെ, ഈ ലോകത്തിനറിയാതെ, ഈ ലോകത്തിൻ്റെ മുൻപിൽ പ്രകടിപ്പിക്കാതെ, ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ നിങ്ങളും ഞാനും സമർപ്പിക്കുന്ന ഓരോ യാഗങ്ങളും, ഓരോ പ്രാർത്ഥനകളും, ഓരോ നിലവിളികളും യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ ഒരു സൂര്യ കൂടാരങ്ങളാക്കി മാറ്റുകയാണ്. നമ്മളെ തന്നെ ഒരു ദിവ്യ ആലയങ്ങളാക്കി മാറ്റുകയാണ്. അത്തരം പ്രാർത്ഥന നടത്തുന്ന സാധുക്കളുടെ കണ്ണുനീരുകൾ വീഴുന്ന ആലയങ്ങൾ പ്രാർത്ഥനാ മന്ദിരങ്ങളായിട്ട് മാറുകയാണ്. ഭാഷണമില്ലാത്ത, വാക്കുകളില്ലാത്ത, ശബ്ദം കേൾക്കാനില്ലാത്ത ആരാധനാലയങ്ങളായി, കേൾപ്പിക്കാത്ത ആരാധനാലയങ്ങളായി, പ്രകടിപ്പിക്കാത്ത ആരാധനാലയങ്ങളായി, പ്രകടനാത്മകതയില്ലാത്ത ആരാധനാലയങ്ങളായി, വിശുദ്ധിയുടെ സൂര്യകൂടാരങ്ങളായി, ദൈവത്തെ അധിവസിപ്പിക്കുന്ന കൂടാരങ്ങളായി നമ്മൾക്കായിത്തീരാം. അതുകൊണ്ടാണ് സുറിയാനി പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്, കരുണയുള്ള ദൈവമേ, നിൻ്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുത്. ദൈവമേ, ബലഹീനരായ ഞങ്ങളുടെ സഹായത്തിനായി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിൻ്റെ കൃപയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ആ പ്രാർത്ഥന ശ്രേഷ്ഠമാണ്. ദൈവമേ, ശുദ്ധമുള്ള ബാവ എന്നുള്ള പ്രാർത്ഥനയിലും ഓർത്തോണം. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള എൻ്റെ ഭവനത്തിന് ഞങ്ങളെ കൂടാരങ്ങളായി ചമയ്ക്കണം. ശുദ്ധമുള്ള നാമത്താൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. രക്ഷിതാവായ പുത്ര എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, ശുദ്ധമുള്ള ബാവ, രക്ഷിതാവായ പുത്ര, ശുദ്ധമുള്ള റൂഹ, നിൻ്റെ ഭവനത്തിന് ഞങ്ങളെ കൂടാരങ്ങളാക്കി തീർക്കണം. അപ്പം ശുദ്ധമുള്ള പിതാവും ശുദ്ധമുള്ള പുത്രനും ശുദ്ധമുള്ള റൂഹായും വസിക്കുന്ന അനുഗ്രഹീത കൂടാരങ്ങളായി, ആ സൂര്യകൂടാരങ്ങളായി നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താം. അതിനുവേണ്ടിയുള്ള സമർപ്പണം പ്രാർത്ഥനയിലൂടെയാകാം. പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ ആത്മശരീര മനസ്സുകളാം എന്നുടെ തിരുമുൾക്കാഴ്ചകളെ ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ശുദ്ധമുള്ള പിതാവ്, ശുദ്ധമുള്ള പുത്രൻ, ശുദ്ധമുള്ള റൂഹ അവർക്ക് വസിക്കുവാനുള്ള കൂടാരങ്ങളായി, നിത്യകൂടാരങ്ങളായി, സൂര്യകൂടാരങ്ങളായി നമ്മളെ തന്നെ സമർപ്പിക്കാം. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, രോഗോപശാന്തിയോടുകൂടി ഉദിക്കുവാനിരിക്കുന്ന ആ നീതി സൂര്യൻ്റെ സാന്നിധ്യമുള്ള അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, അതിലൂടെ യഥാർത്ഥമായ ആത്മീയതയിലൂടെ, നന്മയിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.